നീ എന്താ മടക്കാത്തെ? അതൊക്കെ പണ്ടത്തെ ആളുകൾ പറയുന്നതല്ലേ. നീ മദ്രസയിലൊന്നും പോയിട്ടില്ലേ? മദ്രാസില പണ്ട് മാമന്റെ കൂടെ പോയിട്ടുണ്ട്. നല്ല സ്ഥലമാ. പൊട്ട, മദ്രാസ് അല്ല മദ്രസയിൽ പോകുന്ന കാര്യമേ ഞാൻ ചോദിച്ചേ. അതൊക്കെ പോട്ടെ, എന്റെ മുടിയുടെ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എന്റെ പാന്റ് എങ്ങനെയുണ്ട്? നിന്റെ മുടിക്ക് തീ പിടിച്ചോ? നിന്റെ പാന്റ് വല്ല പട്ടിയും കടിച്ചോ? ഇതിപ്പോഴത്തെ സ്റ്റൈല. ജുംബയും മുണ്ടും തൊപ്പിയിട്ട് നടക്കുന്ന നിനക്ക് പറഞ്ഞാൽ അറിയില്ല. യാ റബ്ബേ, ഇത് ഇസ്ലാമിന്റെ വേഷമാ. നമ്മുടെ റബ്ബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്ത വേഷം. നീ ഇതിന്റെ ഒക്കെ പുറകെ പോയിക്കോ. ഞാൻ നല്ല സ്റ്റൈലായിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്ക് യൂട്യൂബ് ഫോളോവേഴ്സ് ഉള്ളത്. യൂട്യൂബ് ഫോളോവേഴ്സ്? അതെന്താ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് സ്വന്തമായ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. പേര് ഹംദാൻ വ്ലോഗ് എന്നാണ്. അതിലെനിക്ക് 5000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതൊക്കെ തെറ്റാണ്. നിന്റെ ഉമ്മയും ബാപ്പയും നിന്നെ വിലക്കാറില്ലേ? അവർക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ട്. കുറച്ച് ദിവസം മുന്നേ എന്റെ ഇത്താത്തയുടെ പിറന്നാളായിരുന്നു. 25,000 രൂപ മുടക്കി 6000 സബ്സ്ക്രൈബറെ ഉണ്ടാക്കി. യാ റബ്ബേ, ഒരു ബർത്ത്ഡേക്ക് 25,000 രൂപയുടെ ചിലവോ? ഇതൊക്കെ ആഡംബരമല്ലേ? അതിനിപ്പെന്താ, എന്റെ വാപ്പയുടെ കയ്യിൽ പൂത്ത കാശല്ലേ. നിന്റെ വാപ്പ സദഖ കൊടുക്കാറില്ലേ? റമദാനിൽ കയറി 5ന്റെയും 10ന്റെ രൂപ ഇപ്പോഴും മാറ്റി വെക്കാറുണ്ട്. റമദാനിൽ നൽകുന്ന 5ഉം 10ഉം അല്ല സദഖ. നമ്മുടെ സമ്പത്തിന്റെ നിശ്ചിത അളവ് പാവപ്പെട്ടവർക്കും രോഗികൾക്കും നൽകുന്നതാണ് സദഖ. നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണോ നിന്റെ ഇസ്ലാം? ഹംദാനെ, അവിടെ നിനക്ക് തെറ്റി. അള്ളാഹു നൽകിയ സമ്പത്തിനും മക്കൾക്കും ആയുസിനും നാളെ ചോദ്യമുണ്ട്. അതൊക്കെ മരിക്കുമ്പോഴല്ലേ. 90 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ മരിക്കുള്ളൂ. എനിക്കിപ്പോ 10 വയസ്സേ ആയിട്ടുള്ളൂ. മരണം എപ്പോഴും കൂടെയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ നാം രക്ഷപ്പെടൂ. നിനക്ക് ഇതെല്ലാം ആരാണ് പഠിപ്പിച്ചു തന്നത്? അതിന് കൃത്യമായ മദ്രസയിൽ വരണം, ഇസ്ലാം ദീൻ പഠിക്കണം. ഞാൻ എന്നാൽ എന്നും ഇതൊക്കെ പഠിക്കുന്നുണ്ടോ നിന്റെ ഇസ്ലാമിൽ? പിന്നെ ഏറ്റവും മനോഹരമായ മതമല്ലേ ഇസ്ലാം. ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായ ഒരു ഗ്രന്ഥമുണ്ട്. അതാണ് ഖുർആൻ. ആ ഗ്രന്ഥം എനിക്കെന്നാൽ പഠിക്കണം. ഖുർആൻ പഠിച്ചാൽ നീ രക്ഷപ്പെടും. ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അള്ളാഹു അതിന്റെ ഡോക്ടറും ഖുർആൻ അതിന്റെ മരുന്നുമാണ്. ഞാൻ എന്നാൽ എന്നും മദ്രസയിൽ വരാം. അൽഹംദുലില്ലാ, അള്ളാഹു നിന്നെ സ്തുതിക്കട്ടെ. അസ്സലാമു അലൈക്കും. അലൈക്കും അസ്സലാം. ആമീൻ.